Good morning, students. How are you? I hope all are fine. Okay, all of you take your IT textbook and take page number 79. We want to take our 6th lesson. It is a programming language Visual Basic. Visual Basic. Okay. Visual Basic 9. It is an introduction to programming. What is programming? It is an introduction to programming. You began to study programming language. We studied about programming language in 7th standard, that is HTML. As already discussed about that, HTML is a programming language for making our web pages. And here in this year also, first chapter HTML. For what purpose we studied HTML? That is for making our web page. Our web page creation HTML. And here, that is a programming language. That programming language like that. There we can see so many softwares. And there are so many softwares are developing. We are not create and how create software create software create language, programming language. Okay, this is the base or is introduction for your programming language, that is Visual Basic introduction in this chapter we want to discuss. And listen, you have already learned about different types of software. Different types of software from 2nd standard itself. Paint application, Word, Microsoft Office package, software discuss it. And there are so many other softwares too. Software, Photoshop, software. And how we create these softwares? We create software PowerPoint, animation package, Photoshop, and records keep MS Access, software, and for calculations there are so many softwares. Tally software. And like that, Adobe, Flash, Paint, Excel, and all these. Now let us understand how software is developed, and in this chapter how this software is developed, that we want to discuss. Okay, and computer experts write codes for instruction. Computer experts are code instructions, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഈ ഒരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് ഈ കോഡ് വഴിയാണ്. ഈ കോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് only these computer experts. They can create these codes. അപ്പോൾ നമുക്കും ഇതുപോലെ കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ആവാം. കമ്പ്യൂട്ടറുകൾ സോഫ്റ്റ്വെയറുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർസ് പഠിക്കാം, അല്ലെങ്കിൽ കോഡുകൾ പഠിക്കാം, കോഡുകൾ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഇറ്റ് ഈസ് എ ബേസ്. ഇത് ബേസ് മാത്രമാണ്. കോഡുകൾ പഠിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയറുകൾ ക്രിയേറ്റ് ചെയ്യാം, ചേഞ്ചസ് വരുത്താം സോഫ്റ്റ്വെയറുകൾ. ആൻഡ് ലൈക്ക് ഹിയർ listen, computer experts write codes for instructions. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ആണ്. For software, just as you have written codes in HTML for your web page. നമുക്കറിയാം, നിങ്ങൾ വെബ് പേജ് എന്താണ് ക്രിയേറ്റ് ചെയ്തത്? വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആൻഡ് ഹൗ ടു ഡിസൈൻ ഇറ്റ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യാനൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ്, അല്ലേ? ആൻഡ് ലൈക്ക് ദാറ്റ് ഹിയർ ദീസ് സോഫ്റ്റ്വെയർസ് ആൾസോ created by these codes. ഈ കോഡുകളിലൂടെയാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയറുകളും, അല്ലേ? നമ്മൾ ഓരോ സോഫ്റ്റ്വെയറിൽ, അതായത് ഇപ്പോൾ പെയിൻ്റ് ആണെങ്കിൽ തന്നെ പെയിൻറ്റിൽ നമ്മൾ പെയിൻറ്റ് കളർ പാലറ്റിൽ പോയി കഴിഞ്ഞാൽ കളറുകൾ ലഭിക്കും.
അല്ലേ? ഈ കളറ് നമ്മൾ എടുത്തിട്ട് കളർ ചെയ്യാനും പെൻസിൽ എടുത്തിട്ട് പെൻസിൽ ഡ്രോ ചെയ്യാനും എല്ലാം കഴിയുന്നത് ഓൺലി ത്രൂ ദീസ് കോഡ്സ്. അതിൻ്റെ പിന്നിൽ ഒരു കോഡുണ്ട്, ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടറിലേക്ക് ഓൾറെഡി. അതിന് ഓൾറെഡി നിർദ്ദേശം ലഭിച്ചത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക്കലി അല്ലെങ്കിൽ ഓർഡർലി വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് വി ക്യാൻ ഡു ദാറ്റ് സോഫ്റ്റ്വെയർ. അങ്ങനെ ഒരു കോഡ് എഴുതിയത് കൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഓരോ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ കോഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കോഡുകൾ എഴുതി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, എഴുതാനുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കുള്ള നിർദ്ദേശങ്ങൾ കോഡുകളായിട്ട് കൊടുക്കുന്നത് കമ്പ്യൂട്ടർ എക്സ്പേർട്സാണ്. ആൻഡ് ഹിയർ കോമൺലി ദീസ് കോഡ്സ്, ഈ കോഡുകളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ദീസ് കോഡ്സ് ആർ കോൾഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. A computer needs to be given some instructions for each and every step. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കമ്പ്യൂട്ടറിൻ്റെ ഓരോ സ്റ്റെപ്പ് ചെയ്യണമെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഓരോ സ്റ്റെപ്പിനും ഓരോ കോഡുകൾ വേണം. ഓക്കെ, അല്ലാതെ കമ്പ്യൂട്ടർ വെറുതെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആൻസർ തരില്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഹാസ് ആൻ ഇൻസ്ട്രക്ഷൻ. അതിനൊരു നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ. Okay, and every step without proper instructions it will not proceed ahead for any task. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടാതെ ഒരു ടാസ്കും ഒരു സിസ്റ്റത്തിനും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ആൻഡ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ കോൾഡ് പ്രോഗ്രാംസ്. ഈ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഈ കോഡുകളെയാണ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിങ്ങിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോഴാണ് സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുന്നത്. ഓക്കെ, ആൻഡ് ദി ക്രെഡിറ്റ് ഫോർ ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഗോസ് ടു എ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ. ഒരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് ഹു ഇസ് ദാറ്റ്? അഗസ്റ്റ അഡാ ലവ്ലേസ് ഓർ അഗസ്റ്റ അഡാ കിങ്. അല്ലേ? ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. കൗണ്ടസ് ഓഫ് ലവ്ലേസ്, ലവ്ലേസിൻ്റെ കൗണ്ടസ് ആയിരുന്നു. മോർ പോപ്പുലർ നോൺ ആസ് ലേഡി അഡാ ലവ്ലേസ്. ലേഡി ആയിരുന്നു, ലേഡി അഡാ ലവ്ലേസ്. അതായത് ലവ്ലേസിൻ്റെ കൗണ്ടസ് ആയിരുന്നു. ഷീ ക്രിയേറ്റഡ് ദ ഫസ്റ്റ് അൽഗോരിതം ഡിസൈൻ ഫോർ പ്രോസസ്സിംഗ് ഓഫ് അനലിറ്റിക്കൽ എഞ്ചിൻ ഇൻ ചാൾസ് ബബേജ്. ചാൾസ് ബബേജ് ഡെവലപ്പ് ചെയ്ത അനലിറ്റിക്കൽ എഞ്ചിന് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് ആരായിരുന്നു? ലവ്ലേസ് ആയിരുന്നു. ആൻഡ് ദെൻ ദി അൽഗോരിതം വാസ് ഡിസൈൻ ടു കമ്പ്യൂട്ട് ബെർണോളി നമ്പേഴ്സ്. അപ്പോൾ ഇതിന് ബെർണോളി നമ്പേഴ്സ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരുന്നു. സിൻസ് ദെൻ, അപ്പോൾ അഡാ ലവ്ലേസ് അല്ലെങ്കിൽ അഡാ കൗണ്ടസ് അഡാ ആയിരുന്നു അല്ലെങ്കിൽ അഗസ്റ്റ അഡാ ആയിരുന്നു ഇതിൻ്റെ ഒരു ഡെവലപ്പർ. ആൻഡ് സിൻസ് ദെൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് നെവർ ലുക്ക്ഡ് ബാക്ക് ആൻഡ് മെനി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹാവ് ഇവോൾവ്ഡ്. അങ്ങനെ അന്ന് മുതൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഡെവലപ്പ്. Then Microsoft Visual Basic 2008. Microsoft Visual Basic is a very easy to use programming language, and then we want to discuss about the window. Okay, well then we want to discuss about the window of Microsoft Visual Basic. Basic in the window namukku parichayapadam, and it is an easy to use programming language, and to create window based applications or software. Windows based applications create ചെയ്യുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടിയാണ്. അതുപോലെ കൺട്രോൾസ്, ഇതിലെ കൺട്രോൾസ് അതുപോലെ ഡ്രോപ്പ് ഡൗൺ ഫെസിലിറ്റി ഇതെല്ലാമാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്.
Visual Basic makes programming easier because of its drag and draw facility or feature. You can design your Windows-based program by selecting controls and drawing them when you want to, where you want to place them. Controls use ചെയ്തിലേക്ക് എവിടെയാണോ അത് പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് പ്ലേസ് ചെയ്യാനുള്ള സൗകര്യം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് Visual Basic automatically generates sets of commands about that control. You only need to type instructions for the computer about what to do when the command is selected. Instructions കൊടുക്കേണ്ട അതായത് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യേണ്ടതുള്ളൂ കമ്പ്യൂട്ടറിലേക്ക്. ഡിസൈനിങ് ഓഫ് ആപ്ലിക്കേഷൻ നീഡ് നോട്ട് ടു ബി റിട്ടൺ ആസ് എ പ്രോഗ്രാം. അതുപോലെ നമ്മൾ ഡിസൈനിങ് ഇവിടെ നമ്മൾ ഒരു കോഡായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമായിട്ട് എഴുതേണ്ട ആവശ്യം വിഷ്വൽ ബേസിക്കിലില്ല. അതിന് കൺട്രോൾസ് ഉണ്ട്. ദിസ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് ഓഫ് പ്രോഗ്രാമർ. അതാണ് പ്രോഗ്രാമറിനെ ഇത് യൂസ് ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. ബിക്കോസ് ഇത് കൂടുതൽ ആളുകളും യൂസ് ചെയ്യാൻ കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഈസി ടു യൂസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇവിടെ നമുക്ക് ഒരുപാട് കോഡുകൾ എഴുതി അതായത് വിഷ്വൽ ബേസ് നമ്മുടെ വിൻഡോ മോഡിഫൈ ചെയ്യണമെങ്കിൽ പുതിയ കോഡുകൾ കൊടുത്ത് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പകരം കൺട്രോൾസ് യൂസ് ചെയ്യാം. വിഷ്വൽ ബേസിക് പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രോൾസ് യൂസ് ചെയ്യാം. ഓക്കെ, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസോ കോഡ്സോ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡിസൈനിങ്ങിന് സ്പെഷ്യൽ കൺട്രോൾസ് ഉണ്ട്. എന്നാൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദി കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട കോഡുകൾ മാത്രമേ പ്രോഗ്രാമർക്ക് എഴുതേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി വിഷ്വൽ ബേസിക് സ്ക്രീൻ. വിഷ്വൽ ബേസിക് സ്ക്രീന് നമ്മൾ ഓൾറെഡി ചാർട്ടിൽ ഓൾ പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് 9.0 ഇവിടെ മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് 9.0 ഓപ്പൺ ചെയ്തിട്ട് സ്റ്റുഡിയോ ആണ്. മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ 9.0 പോവാം. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഒരുപാട് വെർഷൻസ് ഉണ്ടാവും. അതിൽ വിഷ്വൽ ബേസിക് 9.0 ഓപ്പൺ ചെയ്യാം. വിൻഡോസ് ഫോംസ് ആപ്പിൽ പോയിട്ട് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വിൻഡോസ് ഫോം ഓപ്പൺ ആയി വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻഡോസ് ഫോം പേജ് നമ്പർ 81 6.2 ഉണ്ട് അല്ലേ. അതായത് ദാറ്റ് ഈസ് ദ വിൻഡോ ലൈക്ക് ഓൾ അതർ വിൻഡോസ്. ഹിയർ ഓൾസോ at the top of the window there we can see the title bar. At the top of the window there we can see the title bar. Below that there is menu bar. Okay, there is menu bar. There is no tab or ribbons. There is menu bar, and below that there is toolbar. Okay, toolbar na tare toolbox ഉണ്ട്. Okay, toolbox and form. Form is the area where we can work. Okay, form ആണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ. Then properties window. And the properties window is at the side, at the corner of the window or right side of the window. There we can see properties. In Visual Basic, a form is a window where all commands are placed. In simple words, it is the area where design of window is created. That is how you want your application to look like. It is also called form design window. ഈ വിൻഡോയെ നമുക്ക് ഫോം ഡിസൈൻ വിൻഡോ എന്നുകൂടി പറയാം. ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾസ് സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ കോഡുകൾ ബാക്ക്ഗ്രൗണ്ട് എഴുതുന്നത്, അതുപോലെ കൺട്രോൾസ് സെറ്റ് ചെയ്യുന്നത് ഫോമിലാണ്. ഫോർ എക്സാമ്പിൾ, MS Word 2010 screen is a type of form when designed in Visual Basic application. Word 2010 screen ഡിസൈൻ ചെയ്തത് വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷനിലൂടെയാണ്. ഓക്കെ, 2010 സ്ക്രീൻ വേർഡിൻ്റെ 2010 സ്ക്രീൻ ശ്രദ്ധിക്കുക. അതിന് പിന്നിലുള്ള കോഡ് നമ്മുടെ വിഷ്വൽ ബേസിക് ആണ്. ഓക്കെ, ദി പ്രോപ്പർട്ടീസ് വിൻഡോ ഷോസ് അഡീഷണൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഫോം ഓർ കൺട്രോൾ സെലക്റ്റഡ്. അതുപോലെ പ്രോപ്പർട്ടീസിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കൺട്രോൾസും ആവശ്യമുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യുക.
ഓക്കെ, ദാറ്റ് ഈസ് ദ വിൻഡോ. ഇങ്ങനെയാണ് നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത്. വിൻഡോയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിൽ ഓൾ പ്രോഗ്രാംസിൽ വിഷ്വൽ ബേസിക് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡിയോയിൽ വിഷ്വൽ ബേസിക് 9.0 ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഫോം ആപ്ലിക്കേഷനിൽ വിൻഡോസ് ഫോംസ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. Then you can see the window. There is the title bar, menu bar, toolbar, toolbox, form and a properties window also there. Okay. Then next toolbox. ഇനി ഓരോ ഭാഗങ്ങളും നമുക്ക് നോക്കാം. Toolbox. Before moving further, you need to understand the various types of controls that can be placed on a form. The Visual Basic drag and drop tools are available inside the toolbox. Toolboxil namukku drag and drop tools vare available aanu. It is an auto collapsible button which show or hide toolbox window as per your choice. നിങ്ങൾക്ക് ഷോ ഓർ ഹൈഡ്, നിങ്ങളുടെ വിൻഡോ ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ കൊളാപ്സിബിൾ ബട്ടൺ ആണ്, ഓട്ടോ കൊളാപ്സിബിൾ ബട്ടൺ ആണ് ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. And when you click on the toolbox button, it will open the toolbox window on your screen. By default, Visual Basic 2010 opens a list of common controls under the toolbox. Some of the important controls are discussed as follows. Visual Basic 2010 opens a list of common controls. ചില കോമൺ കൺട്രോളുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Here, അതിൽ ഫസ്റ്റ് വൺ ആണ് പോയിന്റർ കേട്ടോ. പോയിന്റർ is used to select the form or any control placed on the form. പോയിന്റർ യൂസ് ചെയ്യുന്നത് പോയിന്റ് ചെയ്യാൻ വേണ്ടി അല്ലേ. പോയിന്റർ is used to select the form സെലക്ട് ചെയ്യാം, അതുപോലെ കൺട്രോൾ പ്ലേസ് ചെയ്യാൻ, അതായത് കൺട്രോളിനെ സെലക്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then button is the most commonly used control. ആണ് button. Button is the most commonly used control. It is used to start or stop a particular process. Sometimes it can also be used to interrupt a process. The process interrupt ചെയ്യാനും ചിലപ്പോൾ യൂസ് ചെയ്യും. ഓക്കെ, ഒരു പ്രോസസ്സിനെ തടയാനും നമുക്ക് ഈ ബട്ടൺ യൂസ് ചെയ്യാം. ഓക്കെ, then next label. Third one, label. What is the use of label? Label is used to display text which a user cannot directly edit or change. Label നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ user cannot change. യൂസറിന് അവിടെ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. That is the speciality of label. Okay, it remains constant during the execution of the application. ആപ്ലിക്കേഷൻ നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ ലേബലിൽ നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത് അതിൽ there is no change in that text. ആ ടെക്സ്റ്റിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് യൂസറിന് കഴിയും. ഓക്കെ, പ്രോഗ്രാമർ എന്താണോ കൊടുത്തിട്ടുള്ളത് അതേ ടെക്സ്റ്റ് ആയിരിക്കും പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്തും ആ ലേബലിൽ ഉണ്ടായിരിക്കാം. ദാറ്റ് ഈസ് ലേബൽ. Then next, text box. Text box എന്തായിരിക്കും? For typing text അല്ലേ, യൂസറിന് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ദി സോഫ്റ്റ്വെയറിന്റെ എക്സിക്യൂഷന് ശേഷം യൂസർ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് യൂസറിന് ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, text box is used to display information which has been entered by the programmer at the time of the design of the application. Application design ചെയ്യുന്ന സമയത്താണ് ടെക്സ്റ്റ് ബോക്സ് എൻ്റർ ചെയ്യുന്നത്. അത് പ്രോഗ്രാമർ ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിലും
അത് യൂസ് ചെയ്യുന്നത് ആരാണ്? യൂസർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓർ ഹാസ് ബീൻ എൻറ്റേർഡ് ബൈ ദ യൂസർ. യൂസറാണ് ഈ ടെക്സ്റ്റ് ബോക്സിലേക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂസർക്ക് എൻ്റർ ചെയ്യാം ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ. The user can edit the information typed in the text box. Okay, that is the text box. Difference between label and text box. Label ഒരു തരത്തിൽ that is also a text box. But label നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാമർ കൊടുത്ത ടെക്സ്റ്റ് തന്നെയാണ് ലേബലിൽ കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാവുക. അതിൽ നമുക്ക് യൂസർക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. But here text box is also inserted by the programmer. Programmer ആണ് text box insert ചെയ്യുന്നത്. But the user can give text in that text box. Okay. Then next, fifth one, checkbox. Checkbox and the control is checkbox. Programmer checkboxകൾ യൂസ് ചെയ്യാം. പ്രോഗ്രാമറിനെ checkboxകൾ പ്രോപ്പർട്ടീസ് ഡയലോഗ് ബോക്സിൽ നിന്നും checkboxകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്ത് ഫോമിലേക്ക് കൊണ്ടുവരാം. എക്സിക്യൂഷൻ സമയത്ത് ഈ checkboxകൾ ആർക്ക് യൂസ് ചെയ്യാം? യൂസർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, checkbox is used when a choice has been given to the user to select one or more options from the given list of options. ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതലോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുക. ഓക്കെ, ടിക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആൻഡ് ഫോർ എക്സാമ്പിൾ ഫ്രം ദി ഗിവൺ ലിസ്റ്റ് ഓഫ് ഹോബീസ് യു ക്യാൻ സെലക്ട് വൺ ഓർ മോർ ഹോബീസ്. ലിസ്റ്റ് ഓഫ് ഹോബീസ് ഉണ്ട്, ആ ഹോബീസിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഹോബീസ് സെലക്ട് ചെയ്യാം, ടിക്ക് ചെയ്യാം. ഓക്കെ, ഇത് യൂസർക്ക് ടിക്ക് ചെയ്യാം. ബട്ട് ചെക്ക് ബോക്സ് ആരാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്? പ്രോഗ്രാമറാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റേഡിയോ ബട്ടൺ. റേഡിയോ ബട്ടൺ. റേഡിയോ ബട്ടൺ. Radio button is used when a choice has been given to the user to select only one option from the given list of options. Given list of options le only one option is given, that is radio button. Okay, list of options le oru option matram select cheyan namukku radio button use ചെയ്യാം. radio button use ചെയ്യാം. And example, from the given option for boy or girl you can select only one option. Girls, boys ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം, boy or girl. ഒന്നുകിൽ ബോയിനെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഗേളിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, that is the radio button. The next, list box. List box is used to display a list of items. ലിസ്റ്റുകൾ ഷോ ചെയ്യാനാണ് ലിസ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റുകൾ ഡ്രോപ്പ് ഡൗൺ ആരോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നീക്കുന്ന ലിസ്റ്റ് ബോക്സ് ആണ് ഇവിടെ ഷോ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ലിസ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് ബോക്സ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് from which the user can select one or more options. ലിസ്റ്റ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് അതായത് യൂസറിന് ആവശ്യമുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. If the number of options is more than that can be displayed in selected area, a scroll bar is there. selected ഏരിയയിൽ മാത്രമല്ല ലിസ്റ്റ് ഉൾക്കൊള്ളുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്രോൾ ബാർ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാം. that is list box. Then 8. എട്ടാമത്തെ ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ എട്ടാമത്തെ കൺട്രോൾ ആണ് കോംബോ ബോക്സ്. ലിസ്റ്റ് ബോക്സ് മാത്രമല്ല, നെക്സ്റ്റ് വൺ കോംബോ ബോക്സ്. എന്താണ് കോംബോ ബോക്സ്? What is combo? Combo box is
the same as the list box. List box പോലെ തന്നെയാണ്. What is the difference? But it allows the user to select only one option from the list of options. Combo boxil നമുക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ഷോ ചെയ്യുമെങ്കിലും ഒറ്റ ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. But in combo box a single option is displayed as default while other options can be seen by clicking on drop down arrow. ഒരു സിംഗിൾ ഓപ്ഷൻ മാത്രമേ ഷോ ചെയ്യുള്ളൂ. ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോംബോ ബോക്സ്. ദെൻ പിക്ചർ ബോക്സ്. പിക്ചർ ബോക്സ് എന്തിനായിരിക്കും? ടു ഇൻസേർട്ട് പിക്ചർ അല്ലേ? പിക്ചർ ബോക്സ്. Picture box is used when you want some image or graphic to appear in the application. നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പിക്ചർ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രാഫിക്സ് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ പിക്ചർ ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് പിക്ചർ ബോക്സ്. ദെൻ ഡേറ്റ ടൈം പിക്കർ. ഇറ്റ് ഈസ് ഓൾസോ എ കൺട്രോൾ അല്ലേ? അപ്പോൾ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് വിഷ്വൽ ബേസിക് ഓഫർ ചെയ്യുന്നത്? വിഷ്വൽ ബേസിക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രമാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഴുതാൻ വേണ്ടിയിട്ടുള്ള, സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വിഷ്വൽ ബേസിക് ഈ കൺട്രോൾസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രോഗ്രാമറിനെ നമ്മൾ എന്തൊക്കെയാണോ കമ്പ്യൂട്ടർ ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കോഡ് എഴുതേണ്ട വർക്ക് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും ഈ ഒരു ബോക്സുകൾ ചെയ്തോളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം പിക്കർ. Date and time picker tool is used when you want the user to select a length. Date and time picker എന്തിനാണ്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡേറ്റും ടൈമും പിക്ക് ചെയ്യാം. ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ് ആൻഡ് ടൈം പിക്കർ യൂസ് ചെയ്യുന്നത്. ദെൻ മന്ത് കലണ്ടർ. Month calendar tool is used to display monthly calendar as part of your application window. അതുപോലെ monthly calendar കൂടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. calendar. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് അല്ലെങ്കിൽ ഇത്രയും സ്പെഷ്യൽ ബോക്സുകളാണ് അല്ലെങ്കിൽ ഇത്രയും കൺട്രോളുകളാണ് വിഷ്വൽ ബേസിക് പ്രൊവൈഡ് ചെയ്യുന്നത്. പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഫോമിലേക്ക് നമുക്ക് ആവശ്യമുള്ള കൺട്രോളുകളെ കൊണ്ടുവരാനും നമ്മൾ പോയിന്റർ യൂസ് ചെയ്യും. ബട്ടൺ സ്പെഷ്യൽ ബട്ടൺ ആണ്, മോസ്റ്റ് കോമൺലി യൂസ്ഡ് കൺട്രോൾ ആണ് ഇത്. അതുപോലെ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ഒരു പ്രത്യേക പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഈ ബട്ടൺ യൂസ് ചെയ്യാം. അതുപോലെ ഒരു പ്രോസസ്സിങ്ങിനെ ഇന്ററപ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. ലേബല് സ്പെഷ്യൽ ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാമർ കൊടുത്ത ലേബലിൽ നിന്ന് മാറ്റം വരുത്താൻ യൂസറിന് പറ്റില്ല. അതുപോലെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിൽ യൂസർക്ക് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാം. ചെക്ക് ബോക്സ് ഈസ് യൂസ്ഡ് ടു ചെക്ക് അല്ലേ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. റേഡിയോ ബട്ടൺ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ലിസ്റ്റ് ബോക്സ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ് അല്ലേ. റേഡിയോ ബട്ടൺ ലിസ്റ്റ് ബോക്സ് നമ്മൾ ഡിഫറൻസ് ലിസ്റ്റ് ബോക്സ് നമുക്ക് ഇഷ്ടമുള്ള ലിസ്റ്റ് ഐറ്റംസ് സെലക്ട് ചെയ്യാം. റേഡിയോ ബട്ടൺ ഓൾസോ. ദെൻ കോംബോ ബോക്സ്, ദെൻ നെക്സ്റ്റ് പിക്ചർ ബോക്സ് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് month calendar. There are 11 items here Visual Basic provides. Okay, and all of you read this very well and do this class activity after reading your book. And now we want to wind up our class. Okay, thank you.